നമസ്കാരം. ഒരു ആചാര്യൻ്റെ, ഒരു യോഗാചാര്യൻ്റെ ഇൻറ്റൻഷൻ എങ്ങനെ മനസ്സിലാക്കാം നമുക്ക്? അത് എങ്ങനെ ഇടപഴകുമ്പോഴല്ലോ മനസ്സിലാവും. ഇപ്പം നമ്മൾ അയാളായിട്ട് ഇടപഴകുമ്പോൾ മനസ്സിലാവും. പലരും ഇതൊരു കച്ചവടമാക്കി മാറ്റുന്നില്ലേ ഇന്നത്തെ കാലത്ത്? കച്ചവടം എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്കൊരു കച്ചവടം നടക്കും യോഗേൻ്റെ. എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഇപ്പം ടീച്ചേഴ്സ് ട്രെയിനിങ്ങിൻ്റെ ട്രെൻഡുള്ള സാറാണ്. കുറച്ച് ടീച്ചേഴ്സിനൊക്കെ കിട്ടും ചാൻസ് ഉണ്ട്. അപ്പോൾ ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ് അപ്പോൾ അവിടെ യോഗാസനിൽ സ്ഥിരമായിട്ട് ആളുകൾ വരലുണ്ട്, കുറച്ച് മുന്നേക്ക് വരലുണ്ട്. നമ്മളിങ്ങനെ കുറേ കൊല്ലമായില്ലേ യോഗയിൽ. അപ്പോൾ നിങ്ങളെ ടൈപ്പ് ചെയ്യുക, നമുക്ക് ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ് ചെയ്യാം. അപ്പോൾ ഞാനില്ല എന്ന് പറയലുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു സാധ്യത ഇല്ലായൊന്നുമില്ല, സാധ്യത ഉണ്ട് സംഗതി. അപ്പോൾ എല്ലാത്തിനുണ്ട്. നടക്കണമെങ്കിൽ ചെറിയ കച്ചവടം ഇല്ലെങ്കിൽ യോഗാസനത്തൊന്നും നിലനിൽക്കില്ല. അത് ഒരു സത്യമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ മുഴുവൻ കച്ചവടമായി പോയത് അതാണ് അതിൽ വ്യത്യാസം. ഒരു സ്കൂൾ കരിക്കുലത്തിൽ ചേർക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടോ? നടക്കൂല. കാരണം രാഷ്ട്രീയം ഉണ്ടല്ലോ അതിൽ. രാഷ്ട്രീയം ഉണ്ട്, നടക്കൂല. അത് തടസ്സപ്പെടും. ഇതൊരു ശരിക്കും റിലീജിയസ് ആയിട്ടുള്ള സാധനമല്ല. നിങ്ങളെ ഈ എയറിൻ്റെ അല്ല നിങ്ങൾ വിചാരിക്കുക, നിങ്ങളുടെ ഉള്ളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അത് മാത്രമല്ല, വേറെ ഒന്നുമില്ലല്ലോ അതിൽ. അതുകൊണ്ട് ഇതൊരു യൂണിവേഴ്സലായിട്ടുള്ള സത്യമാണ്. പക്ഷെ അത് സമ്മതിക്കില്ല. അപ്പോൾ അതുകൊണ്ട് അതേതായാലും നമ്മൾ വിചാരിക്കണം. പക്ഷേ നമ്മൾ കുട്ടികളത് പഠിപ്പിച്ചു കൊടുക്കാം. ചെറിയ കുട്ടികളെ പഠിപ്പിക്കണം. കുട്ടികളോട് പറഞ്ഞ് മനസ്സിലായി. ശരിക്കും എന്താ കുട്ടികളുടെ അടുത്ത് പറഞ്ഞു കൊടുക്കേണ്ട ഇതാണ്, ഈ സംഗതി പറഞ്ഞു കൊടുക്കണം. ഈ ദൈവികമായിട്ടുള്ള എന്തെങ്കിലും ഒരു സാധനം ഉണ്ടെങ്കിൽ അത് ഈ എയറാണെന്നുള്ളത് അതിനെ ബോധ്യപ്പെടുത്തണം. അതിന് ജാതിയും അതൊന്നുമില്ല. ഭക്ഷണത്തിന് ജാതിയുണ്ട്, ഓരോ ജാതിക്ക് ഓരോ ഭക്ഷണമുണ്ട്. ഇപ്പം സിനിമാക്കാരൊക്കെ ഇതിൻ്റെ പിന്നാലെയാണല്ലോ. ഒരുപാട് യൂട്യൂബ് വീഡിയോസും പ്രത്യേകിച്ച് ഹിന്ദി സിനിമാ നടിമാരൊക്കെ അല്ലെങ്കിൽ നല്ല ആകൃതിയുള്ള പെണ്ണുങ്ങളൊക്കെ ഇത് ചെയ്യുന്ന കാണുമ്പം ആളുകൾ ഇതിലേക്ക് കൂടുതൽ ആകർഷിക്കപ്പെടുന്നു എന്ന് തോന്നുന്നു. അത് ഒരുപാട് ഉപകരിക്കുന്നുണ്ട് എന്നൊരു നെഗറ്റീവ് ആണെങ്കിൽ അല്ലെങ്കിൽ പോസിറ്റീവായിട്ടാണെങ്കിലും ഇങ്ങനെയുള്ള പബ്ലിസിറ്റികൾ കൂടുതൽ ഉപകരിക്കുന്നുണ്ട് ഈ പ്രചരണത്തിന് എന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? കുറച്ചൊക്കെ. ഞാനൊക്കെ യോഗ പഠിക്കും, രേഖ പ്രാക്ടീസ് ചെയ്യാൻ അന്നൊക്കെ ആ കാലത്തൊക്കെ. പൊതുവേ നമ്മുടെ നാട്ടിൽ യോഗ പ്രചരിക്കുന്ന വെസ്റ്റേണേഴ്സ് പ്രാക്ടീസ് ചെയ്തിട്ടാണ്. പുറത്ത് അവർ പ്രാക്ടീസ് ചെയ്ത് അവർ പിന്നെ വന്ന് അന്വേഷിച്ചിട്ടൊക്കെ ആണ് നല്ലത്. നമ്മുടെ നാട്ടിലെക്കാൾ കൂടുതൽ ഇന്ത്യൻ ടീച്ചർക്ക് എവിടെ പോയാലും ഒരു പ്രാധാന്യമുണ്ട്. ഇന്ത്യൻ എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ആൾക്കാരുടെ ഒരു ഇതുണ്ടല്ലോ എന്നുള്ളത്, അത് കൾച്ചർ ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് ഇന്ത്യൻ ടീച്ചേഴ്സിന് ഇതുണ്ട്. പലതരത്തിലുള്ള സ്കൂളില്ലേ ഈ ഒരു യോഗ എന്ന് പറയുന്ന സമയത്ത്? അപ്പോൾ അതിന് നല്ല ഡിഫറൻസ് ഉണ്ടോ? അതിൽ പ്രാക്ടീസ് ചെയ്യുന്ന രീതികളും കാര്യങ്ങളും അതിനെ സംബന്ധിച്ചിട്ടാണോ ഈ ഡിഫറൻസ് വരുന്നത്, അല്ലെങ്കിൽ ഫൗണ്ടേഴ്സിൻ്റെ ഒരു ഡിഫറൻസ് ആണോ അത്? വേ ഓഫ് ടീച്ചിങ് എൻ്റെ ഓരോരോ ആൾക്കാർ ഓരോ പുതിയ ഇതിൽ കൂടെ വരുന്നത്. അപ്പോൾ പിന്നെ അങ്ങനെ കടുംപിടുത്തൊന്നും പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞങ്ങളതാ ശരി എന്നുള്ളതൊന്നുമില്ല. എല്ലാവരും ചെയ്യുന്നത് ശരി തന്നെയാണ്. ആ ശരീരൻ്റെ ഒരു ആത്മാവ് നല്ലൊരു സാധനം ഉണ്ടാക്കില്ല, അതൊക്കെ ഒന്ന് തന്നെയല്ല. ഇപ്പോൾ അതിന് ചില യോഗസൂത്രം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വരുന്ന ഗ്രന്ഥങ്ങൾ തന്നെയാണല്ലോ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ യോഗ നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനാണ് ഉപയോഗിക്കുന്നത് അതിനനുസരിച്ചായിരിക്കും. ഇപ്പം ഞാൻ പറഞ്ഞില്ല, BKS അയ്യങ്കാർ യോഗ പഠിപ്പിക്കുന്ന സ്പിരിച്വൽ സൈഡ് അങ്ങനെ ഒരു പറയുന്ന ഒന്നല്ല. പക്ഷേ യോഗ നല്ല രീതിയിൽ ഒരു പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ശിവാനന്ദാസൻ സ്പിരിച്വൽ സൈഡിൽ വരുന്നുണ്ട്. പൊട്ടാഭി ജോയ്സ് എന്നിട്ട് മൈസൂരുണ്ടായിട്ട് ഇപ്പോൾ ഇല്ല ടീച്ചർ, അവർ അഷ്ടാംഗ യോഗം തന്നിട്ട് അത് പുതിയ സംഗതിയാണ്. കൃഷ്ണാചാര്യ ഫൗണ്ടേഷൻ അവർ ഇപ്പോൾ ഭിന്നശേഷിക്കാരായാലും കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തുന്നുണ്ട്. അപ്പോൾ ഓരോ ആൾക്കാരും ഓരോ കാറ്റഗറിയിൽ പോകുന്നുണ്ട് സംഗതി. എന്തായാലും യോഗ നല്ലതാണ്, പോസിറ്റീവായിട്ടുള്ള മെസ്സേജുള്ളൊരു സാധനം, സന്ദേശമുള്ളൊരു സാധനം. നമസ്തേ.